ഹൈ സ്റ്റുഡൻസ്, വെൽക്കം ടു യുവർ ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2021 EDPയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ അതിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ആദ്യത്തെ സെക്ഷനിൽ വന്നിരിക്കുന്നത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ഫസ്റ്റ് ചാപ്റ്റർ എന്നാണ് ഡിഫൈൻ ഓൺട്രപ്രണർ. ആരെയാണ് ഒരു സംരംഭകൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഓൺട്രപ്രണർ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ നമുക്കറിയാലോ, ക്യാപിറ്റലും മണിയും ലേബറും ഇതിലെല്ലാം കമ്പൈൻ ചെയ്യുന്ന ആളെ തന്നെയാണ് ഓൺട്രപ്രണർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ ഹു ഈസ് പ്യുവർ ഓൺട്രപ്രണർ. അപ്പോൾ അവിടെ നിങ്ങൾ നോക്കേണ്ട കാര്യം, ഓൺട്രപ്രണേഴ്സിൻ്റെ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ പറയുന്നുണ്ട്. അത് എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ളതാണ്. ആ ക്ലാസിഫിക്കേഷൻ പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ ഓരോ ബേസിസിലും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏതെങ്കിലും ഒന്ന് ചോദിക്കുകയാണെങ്കിൽ 2 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആവും. അപ്പോൾ അങ്ങനെ വന്നതാണ് പ്യുവർ ഓൺട്രപ്രണർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾ നോക്കേണ്ടത് 5 മാർക്കിന് മാത്രമായിട്ടും ചിലപ്പോൾ ചോദിക്കാം. ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ടാണ് ഞാൻ പറയാനുള്ള കാരണം. അപ്പോൾ ഇതിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുക പറയുമ്പോൾ ചെയ്യുന്ന ബിസിനസ്സിൻ്റെ ബേസ്ഡ് ക്ലാസിഫൈ ചെയ്യാം. അതായത് ബിസിനസ് ഓൺട്രപ്രണറും ട്രേഡിങ്ങും ഇൻഡസ്ട്രിയലും കോർപ്പറേറ്റും അഗ്രികൾച്ചറായിട്ട് പറയാം. പിന്നെ മോട്ടിവേഷൻ്റെ ബേസിലാണ് പ്യുവർ ഓൺട്രപ്രണർക്ക് വരുന്നത്. മോട്ടിവേഷൻ്റെ ബേസിൽ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: പ്യുവർ ഓൺട്രപ്രണറും, ഇൻഡ്യൂസ്ഡ് ഓൺട്രപ്രണറും, മോട്ടിവേറ്റഡ് ഓൺട്രപ്രണർ ആൻഡ് സ്പോണ്ടേനിയസ് ഓൺട്രപ്രണേഴ്സ്. ഈ 4 ഓൺട്രപ്രണേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ്. ഏതെങ്കിലും 2 മാർക്കിന് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ് ഇവിടെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു കാറ്റഗറി മാത്രം ചോദിക്കാം. അങ്ങനെ ചോദിച്ച് കണ്ടൊരു ക്വസ്റ്റ്യൻ ആണ് ക്ലാസിഫിക്കേഷൻ ബൈ ക്ലാരൻസ് ഡാൻഹോഫ്. അതായത് ഇതിനെ ക്ലാസിഫിക്കേഷൻ പ്രധാനമായിട്ട് 4ആയിട്ടാണ് പറയുന്നത്. അതിൽ 4ാമത്തെ മോഡല് 4 പോയിന്റ് വരുന്നുണ്ട്. അപ്പോൾ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഒക്കെ ആണെന്ന് വെച്ചാൽ അവിടെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പ്യുവർ ഓൺട്രപ്രണർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അവർ മോട്ടിവേറ്റ് ചെയ്യുന്നത് എങ്ങനെ, സൈക്കോളജിക്കൽ ആൻഡ് എക്കണോമിക് റിവാർഡ്സ്. അതായത് അവർ സ്വമേധയാ തന്നെ മോട്ടിവേറ്റഡ് ആണ്. പിന്നെ എക്കണോമിക് റിവാർഡ്സ് ഒക്കെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് വിചാരിച്ചിട്ട് അവരിതിലേക്ക് വരുന്ന ആളുകളുണ്ട്. അവർ ബിസിനസ് വെഞ്ചേഴ്സൊക്കെ അണ്ടർടേക്ക് ചെയ്യുന്നത് അവരുടെ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷനും സ്റ്റാറ്റസും ഈഗോനെയൊക്കെ ബേസ് ചെയ്താണ് സൈക്കോളജിക്കൽ എന്ന് പറയാനുള്ള കാരണം. അവരെ ഗൈഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അത് ലാഭം കിട്ടും എന്നുള്ളൊരു തോന്നൽ അവരിൽ ശക്തമായിട്ട് വന്നു കഴിഞ്ഞാൽ അവരതിലേക്ക് ഇറങ്ങി തിരിക്കുകയാണ്. അവരുടെ എല്ലാ സ്കില്ലും അവർ ആ ബിസിനസ്സിലേക്ക് യൂട്ടിലൈസ് ചെയ്യും, കൂടുതൽ ലാഭം കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇവരെയാണ് പ്യുവർ ഓൺട്രപ്രണർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ തന്നെ ബാക്കിയുള്ള ഓൺട്രപ്രണേഴ്സൊക്കെ ഒന്ന് പഠിക്കുക. പിന്നെ ആ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ്, ഫസ്റ്റ് ജനറേഷൻ, മോഡേൺ, ക്ലാസിക്കൽ ഓൺട്രപ്രണേഴ്സ്, ക്ലാരൻസ് ഡാൻഹോഫിൻ്റെ ഇന്നോവേറ്റീവ്, അഡോപ്റ്റീവ്, ഫാബിയൻ ഓൺട്രപ്രണർ, ഡ്രോൺ ഓൺട്രപ്രണർ ഒക്കെ പഠിക്കുക കേട്ടോ. അപ്പോൾ അതിലത്തെ നമുക്ക് മോട്ടിവേഷൻ്റെ ബേസിലത്തെ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ പോയിന്റിൽ 2 മാർക്കിന് വരാനുള്ള ചാൻസ് കൂടുതലാണ്. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഫാക്ടേഴ്സ് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെ ഫാക്ടേഴ്സാണ് അഫക്റ്റ് ചെയ്യുന്ന ഒരു ഓൺട്രപ്രണേഴ്സിനെ എന്ന് പറയുന്നുണ്ട് അവരുടെ വളർച്ചയിൽ. അപ്പോൾ അതിൽ സോഷ്യൽ ഫാക്ടേഴ്സ് പറഞ്ഞിട്ട് വരുന്നുണ്ട്. ആ സോഷ്യൽ ഫാക്ടേഴ്സിൽ ഏതെങ്കിലും ഒരു 4 എണ്ണമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. മെൻഷൻ 4 സോഷ്യൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിൽ സോഷ്യൽ ഫാക്ടർ പറയുകയാണെങ്കിൽ ലെജിറ്റിമസി ഓഫ് ഓൺട്രപ്രണർഷിപ്പ് ഉണ്ട്, സോഷ്യൽ മാർജിനാലിറ്റി ഉണ്ട്, ഫാമിലി, റോൾ മോഡൽസ് ആൻഡ് അസോസിയേഷൻ വിത്ത് സിമിലർ ടൈപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ്, കാസ്റ്റ് സിസ്റ്റം, ഒക്യുപ്പേഷൻ, എഡ്യൂക്കേഷൻ, സോഷ്യൽ സ്റ്റാറ്റസ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഇതെല്ലാം ഇതിൽ വരുന്ന സബ് പോയിൻ്റ് ആണ്. നമുക്ക് എളുപ്പം ഓർക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ സോഷ്യൽ സ്റ്റാറ്റസും എഡ്യൂക്കേഷനും ഒക്യുപ്പേഷനും കാസ്റ്റ് സിസ്റ്റവും ഫാമിലിയും, അതൊക്കെ നമുക്ക് എളുപ്പം ഓർത്ത് പറയാവുന്ന സോഷ്യൽ ഫാക്ടേഴ്സ് ആണ്. പിന്നെ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഡു യു മീൻ ബൈ ഓൺട്രപ്രണർഷിപ്പ്. എന്തിനാണ് ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്നത്, സംരംഭകത്വം എന്ന് പറയുന്നത്? അത് ഇത്രയേ ഉള്ളൂ. ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ചേഞ്ചിങ് ഐഡിയാസ് ഇൻ ടു കൊമേഴ്ഷ്യൽ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ക്രിയേറ്റിംഗ് വാല്യൂ. ഇതൊരു പ്രോസസ്സാണ്, ഒരു പ്രക്രിയയാണ്. അവിടെ ആ പ്രക്രിയയിൽ എന്താ നടക്കുന്നത്, നമ്മുടെ കയ്യിലുള്ള ആശയങ്ങളെ നമ്മൾ കൊമേഴ്ഷ്യൽ ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റുക, അല്ലെങ്കിൽ ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യുക. അതിനെ തന്നെയാണ് സംരംഭകത്വം എന്ന് പറയുന്നത്. അതിൽ ക്രിയേറ്റിംഗ് വാല്യൂ എന്നാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ബൈ ബ്രിങ്ങിങ് ടുഗെദർ എ യുണീക്ക് പാക്കേജ് ഓഫ് റിസോഴ്സിനെ മാക്സിമം നമ്മൾ കൊണ്ടുവന്നുകൊണ്ട് ഒരു ഓപ്പർച്യൂണിറ്റീനെ മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ട് ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സ് തന്നെയാണ് ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞ മെക്കാനിസം ഓഫ് മീഡിയം ടേം ഫിനാൻസ് ടു ഓൺട്രപ്രണർ. ഒരു ഓൺട്രപ്രണർക്ക് നമുക്കറിയാം 3 തരത്തിലുള്ള ഫിനാൻസ് അവൈലബിൾ ആണ് അല്ലെ. ഏറ്റവും ചുരുങ്ങിയ കാലയളവിൽ കൊടുക്കുന്നതും, അത് 3 മുതൽ 5 വർഷം വരെ കൊടുക്കുന്ന ഫിനാൻസുകളും, ആൻഡ് അതേപോലെ തന്നെ മോർ ദാൻ 5 ഇയേഴ്സ് വരുന്ന ഫിനാൻസുകളും, അതെല്ലാം ഈ മീഡിയം ടേം വരുന്നത്. നെക്സ്റ്റ് വീണ്ടും EDP എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമാണ് EDP കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമുകൾ.
നെക്സ്റ്റ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മെയിൻ എയിം എന്താണ്? കോംപ്രിഹെൻസീവ് ഡെവലപ്മെൻറ്റ് ഓഫ് ട്രെയിനീസ് ആസ് ഓൺട്രപ്രണേഴ്സ് ആയിട്ട് വരുന്ന ആളുകൾക്ക് വേണ്ടത്ര രീതിയിൽ ട്രെയിനിങ് കൊടുക്കുക. അതേപോലെ തന്നെ ഇൻകൾക്കേറ്റ് ചെയ്യുക ഓൺട്രപ്രണർ ട്രേഡ്സ് ഇൻ ടു എ പേഴ്സൺ. ഒരു വ്യക്തിയിലുള്ള കഴിവുകളെ തിരിച്ചറിഞ്ഞ് അതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക, അതിന് വേണ്ട റിക്വയർഡ് നോളജ് ഇമ്പാർട്ട് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ അവരുടെ ടെക്നിക്കലായിട്ടും ഫിനാൻഷ്യൽ മാർക്കറ്റിംഗ് ആൻഡ് മാനേജറൽ ആറ്റിറ്റ്യൂഡിനൊക്കെ ഒന്ന് നർച്ചർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു പ്രോസസ്സിൽ ഒരു പേഴ്സണെ അതിനെ സജ്ജമാക്കുക അല്ലെങ്കിൽ ഫിറ്റ് ആക്കുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. വിത്ത് ഇൻഫർമേഷൻ യൂസ് ടു എൻ്റർപ്രൈസ് ബിൽഡിംഗ് ആൻഡ് ഷാർപ്പണിങ് ഹിസ് ഓൺട്രപ്രനോറിയൽ സ്കിൽസ്. അവരുടെ ഓൺട്രപ്രനോറിയൽ സ്കിൽസിനെ നമ്മൾ ഷാർപ്പൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊരു പ്രോഗ്രാമായിട്ട് കണ്ടക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇൻഡിവിജ്വൽ സ്ട്രെങ്തണിങ്ങിന് വേണ്ടിയിട്ടാണ്, വ്യക്തിപരമായ വികസനത്തിന് വേണ്ടിയിട്ടാണ്. അവരുടെ ഓൺട്രപ്രനോറിയൽ മോട്ടീവും അതിൻ്റെ സ്കിൽ അക്വയർ ചെയ്യുക, അതിൻ്റെ ക്യാപ്പബിലിറ്റീസ് എങ്ങനെയാണ് അവരുടെ റോൾ ഇഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുക, അതിനൊക്കെ അവരെ സജ്ജമാക്കുക എന്നുള്ളൊരു പ്രോഗ്രാം തന്നെയാണ് ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ MUN എന്ന് പറയുന്നുണ്ട്. ഇത് കൃത്യമായിട്ട് നിങ്ങളുടെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടില്ല. MUN എന്ന് പറയുന്നത് മോഡൽ യുണൈറ്റഡ് നേഷൻസ് എന്നും കാണുന്നുണ്ട്. പിന്നെ മഹിളാ ഉദ്യം നിധി എന്ന് പറഞ്ഞ പ്രോസസ്സും കാണുന്നുണ്ട്. ഇവിടെ എന്താ വെച്ചാൽ ജസ്റ്റ് എക്സ്പാൻഷൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്കിത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. മഹിളാ ഉദ്യം നിധി എന്ന് പറയുമ്പോൾ നമുക്ക് ലേഡീസിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണെന്ന് മാത്രമാണ് അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതല്ല മോഡൽ യുണൈറ്റഡ് നേഷൻസ് ആണ് ഉദ്ദേശിച്ചതെങ്കിൽ അതും ഇതേപോലെ തന്നെ എന്താണ് അമേരിക്കയിലൊക്കെ ഉള്ള ഒരു പ്രോഗ്രാമാണ്. കാരണം ഇത്തരത്തിലുള്ള കഴിവുകളെ കണ്ടെത്തി വികസിപ്പിക്കുന്നുള്ളൊരു പ്രോഗ്രാം തന്നെയാണ് ഇത് പറയുന്നത്. ഇനി നെക്സ്റ്റ് വാട്ട് ഈസ് KVIC എന്ന് ചോദിക്കുന്നുണ്ട്. KVICയുടെ ഫുൾ ഫോം ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഖാദി വില്ലേജ് ഇൻഡസ്ട്രി കമ്മീഷനാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ പലപ്പോഴും റിപ്പീറ്റ് ചെയ്ത് കാണുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ഈ C കാണുമ്പോൾ നമ്മളെല്ലാം അവിടെ കൊണ്ടുപോയി കോർപ്പറേഷൻ എഴുതി വെക്കാനുള്ള ഒരു ടെൻഡൻസി കൂടുതലാണ്. പക്ഷേ നിർബന്ധമായിട്ടും പിന്നെ K കണ്ടവിടെ എല്ലാം കേരള എന്ന് എഴുതി വെക്കാനും നമുക്കൊരു ചാൻസ് കൂടുതലാണ്. അപ്പോൾ എപ്പോഴും KVIC എന്ന് പറയുമ്പോൾ ഖാദി വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ ആണെന്ന് ഉറപ്പിച്ച് പഠിക്കുക കേട്ടോ. അപ്പോൾ ഖാദി അതായത് നമുക്ക് വില്ലേജ് ഇൻഡസ്ട്രീസിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാം, ഖാദി പ്രൊമോട്ട് ചെയ്യുക, അതിനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു കമ്മീഷനാണിത്. നെക്സ്റ്റ് പറയുന്നത് നീസ്ബഡ് ആണ്. നീസ്ബഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഓൺട്രപ്രണർഷിപ്പ് ആൻഡ് സ്മോൾ ബിസിനസ് ഡെവലപ്മെൻറ്റ്. ഇത് ദേശീയ തലത്തിൽ തന്നെ ഓൺട്രപ്രണർഷിപ്പ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാനും ബിസിനസ് ഡെവലപ്പ് ചെയ്യാനൊക്കെ വേണ്ടി ചെറുകിട വ്യവസായങ്ങൾക്ക് തന്നെയാണ് ഇതും പറയുന്നത്. അത്തരത്തിലുള്ളൊരു ഓർഗനൈസേഷനാണ്. ഇനി നെക്സ്റ്റ് ചോദിച്ചാൽ വാട്ട് ഈസ് ബൗണ്ടി എന്ന് ചോദിച്ചിട്ടുണ്ട്. ബൗണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സബ്സിഡി ഇൻസെൻറ്റീവ്സ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് കൊടുക്കുന്ന അറിയാലോ. അപ്പോൾ ആ കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ അതേപോലെ തന്നെ കൊടുക്കുന്നതാണ്. അതായത് ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് തുടങ്ങുന്ന ആളുകൾക്ക് ഇങ്ങനെയൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ഇത്തരത്തിലുള്ള സഹായങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. അപ്പോൾ ഇൻസെൻറ്റീവ്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. കൺസെഷൻ എന്ന് കേൾക്കാറുണ്ട്, സബ്സിഡി എന്ന് കേൾക്കാറുണ്ട്, ബൗണ്ടി എന്ന് കേൾക്കാറുണ്ട്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം കൺസെഷൻ എന്ന് പറയുമ്പോൾ അവിടെ ചാർജിങ് ഓഫ് ലെസ് ഫീസ് ഫോർ സർവീസ് ടു എനേബിൾ ദ എൻ്റർപ്രൈസ് കോമ്പീറ്റ് വിത്ത് അതേഴ്സ്. ഇത് ഒരിക്കലും ഒരു ലംസം ആയിട്ടുള്ള പേയ്മെൻ്റ് അല്ല, അത് ഒരുമിച്ച് കൊടുക്കുന്ന പേയ്മെൻ്റ് അല്ല കൺസെഷൻ എന്ന് പറയുന്നത്. മറ്റുള്ളവരായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ ഏബിൾ ആക്കാൻ വേണ്ടിയിട്ട് വളരെ ലെസ് ഫീസ് ഫോർ സർവീസസ് ആണ്. ഫീസ് വളരെ കുറച്ചുകൊണ്ട് മാത്രം ഈടാക്കുന്ന ഒരു സംവിധാനമാണ് കൺസെഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാലോ ബസ് ഫീസിന് കൺസെഷൻ എന്ന് പറഞ്ഞാൽ ഫുൾ പൈസ എത്രയാണോ അതിന് നമുക്ക് ഇളവ് തരികയാണ്. സബ്സിഡി എന്ന് പറയുമ്പം അവിടെ ഒറ്റ തവണയാണ് കൊടുക്കുക. സബ്സിഡി നോട്ട് സേ സിംഗിൾ ലംസം എമൗണ്ട് ആണ് ഗവൺമെൻറ് കൊടുക്കുന്നത്. അവർക്ക് ജസ്റ്റ് അതിൻ്റെ വന്ന കോസ്റ്റ് കവർ ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് കൊടുക്കുന്നതാണ്. ഇത് ഇൻഡസ്ട്രിക്ക് കൊടുക്കുന്നതന്നെ ഒരു നാഷണൽ ഇൻട്രസ്റ്റിൻ്റെ ഭാഗമായിട്ടാണ്, ഒരു ദേശീയ താല്പര്യത്തിനെ മുൻനിർത്തിക്കൊണ്ടാണ് സബ്സിഡി ഗവൺമെൻറ് കൊടുക്കുക. അപ്പം നിങ്ങൾ മൈൻഡിൽ ഓർക്കുക, കൺസെഷൻ നമുക്ക് എപ്പോഴും കൺസെഷൻ കിട്ടാറുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? അതിനുള്ള ഫീ പേയ്മെൻറ്റ് ഇല്ല എന്നല്ല, മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിനേക്കാൾ കുറച്ച് നമുക്ക് ഇളവാണ് കിട്ടുന്നത്. സബ്സിഡി എന്ന് പറയുമ്പോൾ ഒറ്റ തവണയാണ് ആനുകൂല്യം കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ബൗണ്ടി വരുന്നത്. ബൗണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ഫിനാൻഷ്യൽ എയ്ഡ് തന്നെയാണ് ഗവൺമെൻറ് കൊടുക്കുന്നത്. ഒരു ഇൻഡസ്ട്രിക്കായിരിക്കും ഇത് കൊടുക്കുക. ആ ഇൻഡസ്ട്രീനെ മറ്റുള്ള യൂണിറ്റുമായിട്ട് അവരുടെ ഹോം മാർക്കറ്റിലോ ഫോറിൻ മാർക്കറ്റിലോ ഉള്ള യൂണിറ്റുകളായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടി അവരെ ഏബിൾ ആക്കാൻ വേണ്ടി ഗവൺമെൻറ് കൊടുക്കുന്ന ഒരു ഫിനാൻഷ്യൽ എയ്ഡിനെയാണ്, എയ്ഡ് എന്ന് ഉദ്ദേശിച്ചത് സഹായം, സാമ്പത്തിക സഹായം, അതിനെയാണ് ബൗണ്ടി എന്ന് പറയുന്നത്.
ഇനി ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗിവൺ ഇൻ പ്രൊപ്പോർഷൻ ടു ഇറ്റ്സ് ഔട്ട്പുട്ട്. എത്രയാണോ ഈ സംരംഭത്തിൽ നിന്നുണ്ടാകുന്ന ഔട്ട്പുട്ട് അതിൻ്റെ പ്രൊപ്പോർഷനായിട്ടായിരിക്കും ബൗണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. ശരിക്കും ബൗണ്ടി എന്ന് പറയുമ്പോൾ സബ്സിഡിയിൽ നിന്ന് ക്വൈറ്റ് ഡിഫറെൻ്റ് ആയിട്ടൊരു ടേമാണ്. ബൗണ്ടി ഓഫർ ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ ഇൻഡസ്ട്രിക്കായിരിക്കും കൊടുക്കുക. സബ്സിഡി കൊടുക്കുന്നത് ഇൻട്രസ്റ്റ് ഓഫ് ദ നേഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്നുള്ള വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ പറഞ്ഞിരിക്കുന്നതാണ് ഫങ്ഷണൽ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകൾ എന്താണ്. ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളത്, ഇത്തരത്തിലുള്ള എസ്റ്റേറ്റുകൾ എന്താ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഇത് ഇൻഡസ്ട്രിയൽ ലൊക്കാലിറ്റി അല്ലേ, കൺസേൺഡ് വിത്ത് ഇൻഡസ്ട്രിയൽ ലൊക്കാലിറ്റി വേർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ് അണ്ടർ ഡിഫറെൻറ്റ് ഓണർഷിപ്പ് ആർ എൻഗേജ്ഡ് ഇൻ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഗുഡ്സോ സർവീസോ പ്രൊഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എൻഗേജ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ഓണർഷിപ്പിലുള്ള ആളുകളെല്ലാം ഒരു ഭാഗത്തിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ് എല്ലാം കൂടി ചേരുന്ന ഒരു ഇൻഡസ്ട്രിയൽ ലൊക്കാലിറ്റിയാണ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. യുണൈറ്റഡ് നേഷൻസ് ആണ് ഇത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എ പ്ലാൻഡ് ക്ലസ്റ്ററിംഗ് ഓഫ് ഇൻഡസ്ട്രിയൽ എൻ്റർപ്രൈസസ് ഓഫറിംഗ് സ്റ്റാൻഡേർഡ് ഫാക്ടറി ബിൽഡിംഗ് erected in advance of demand and a variety of services and facilities to the occupants. നമ്മളൊരു പ്ലേസ് അതിന് വേണ്ടി ഒരുക്കി വെക്കുക. ഒക്യുപ്പൻസ് ആരാണോ അവിടെ വന്നിട്ട് ഒക്യുപ്പൈ ചെയ്യുന്നത് അവർക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റിയും പ്രൊവൈഡ് ചെയ്യുക. അത് ഏത് തരത്തിലുള്ള ഫെസിലിറ്റി ആണെങ്കിലും അത് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. കുറച്ചുകൂടി സിമ്പിളായിട്ട് പറയുമ്പം ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പ്ലേസ് ഫോർ ദ റിക്വയർഡ് ഫെസിലിറ്റീസ് ആൻഡ് ഫാക്ടറി അക്കോമഡേഷൻ ആർ പ്രൊവൈഡഡ് ബൈ ദ ഗവൺമെൻറ് ടു ദ ഓൺട്രപ്രണേഴ്സ് ടു എസ്റ്റാബ്ലിഷ് ദെയർ ഇൻഡസ്ട്രീസ് ദർ. നമുക്കൊരു ഇൻഡസ്ട്രി തുടങ്ങണമെന്ന് വിചാരിക്കുക. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമുക്ക് തുടങ്ങാൻ സാധ്യതയുള്ള നമ്മുടെ ഇൻഡസ്ട്രിക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ അക്കോമഡേഷൻ ഫെസിലിറ്റി, ഫാക്ടറി അക്കോമഡേഷൻ ഫെസിലിറ്റി എല്ലാം ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഏരിയ, അതിനെയാണ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് സീഡ് ക്യാപിറ്റലിനെ കുറിച്ചാണ്. സീഡ് ക്യാപിറ്റൽ, ബ്രിഡ്ജ് ക്യാപിറ്റലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ്. കാരണം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴൊക്കെയാണ് ഗവൺമെൻറ് ഇത്തരത്തിലുള്ള സഹായങ്ങൾ കൊടുക്കുന്നത് എന്നുള്ള വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സബ്സിഡി, ഇൻസെൻറ്റീവ്സും അതൊക്കെ പറഞ്ഞ പോലെ തന്നെയാണ് സീഡ് ക്യാപിറ്റൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിരിക്കുന്നത്. സീഡ് എന്ന് പറഞ്ഞാൽ വിത്ത് എന്നുള്ള അർത്ഥമാണ് അല്ലേ. നമുക്കൊരു ബിസിനസ്സിൻ്റെ ആശയം തുടങ്ങുന്ന സമയത്ത് തന്നെ നമുക്കതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പൈസ ആവശ്യമാണ്. അപ്പോൾ ആ ഒരു സ്റ്റാർട്ടിങ്ങിന് വേണ്ട പൈസ തന്നെ നമ്മുടെ കയ്യിലില്ലെങ്കിൽ ബിസിനസ് എന്നുള്ള ആശയം നമുക്ക് അവിടെ തുടങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ബിസിനസ് തുടങ്ങാൻ വേണ്ടി അവർക്ക് കൊടുക്കുന്ന സഹായത്തിനെ തന്നെയാണ് എന്ത് പറയുന്നത്, ഈ സീഡ് ക്യാപിറ്റൽ അസിസ്റ്റൻസ്. ഒരു ബിസിനസ് ആശയം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന എമൗണ്ട് തന്നെയാണ്. അപ്പോൾ ഇത് നിങ്ങൾ പഠിക്കുമ്പോൾ അതിനോടൊപ്പം പഠിക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്. കാരണം എപ്പോഴും ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യനാണ് ഇതിൻ്റെ ഒപ്പം തന്നെ എന്താണ് ബ്രിഡ്ജ് ക്യാപിറ്റൽ എന്ന് ചോദിക്കാറുണ്ട്. സീഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീഡ് ക്യാപിറ്റൽ പറഞ്ഞാൽ ഇനീഷ്യൽ ഫണ്ടാണ് അല്ലെങ്കിൽ മണി ഇൻ വിച്ച് ഈസ് റിക്വയർഡ് ബൈ എ ബഡ്ഡിങ് ഓൺട്രപ്രണർ ടു സ്റ്റാർട്ട് എ ന്യൂ ബിസിനസ് വെഞ്ചർ. ഒരു പുതിയ സംരംഭം തുടങ്ങാൻ വേണ്ടിയിട്ട് അവർക്ക് കൊടുക്കുന്ന ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആണ്. സീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ബിസിനസ്സാണ് വിച്ച് ഈസ് അറ്റ് ദ ബിഗിനിങ് സ്റ്റേജ്. എൻ്റെ പ്രത്യേകത എന്താ, ആ ബിസിനസ്സിൻ്റെ തുടക്കകാലത്ത് ബിഗിനിങ് സ്റ്റേജിൽ നിൽക്കുന്ന ഒരു ഐഡിയ ആണത്. അപ്പോൾ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ ഫണ്ട് റിക്വയർ ചെയ്യുക. ആ ഒരു ബിഗിനിങ് സ്റ്റേജിൽ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പൈസയുടെ ആവശ്യം വരുന്നുണ്ടോ അതിന് വേണ്ട ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന ക്യാപിറ്റലാണ് സീഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. ഇനീഷ്യൽ ക്യാപിറ്റൽ എന്ന് മാത്രം ഓർത്ത് വയ്ക്കുക. തുടങ്ങാൻ വേണ്ടതിന് ധനസഹായം. അതായത് ഒരു ലോണ് ബാങ്കിൽ നമുക്ക് സാങ്ഷൻ ആവണമെങ്കിൽ പോലും നമുക്ക് ആദ്യം ഇറക്കേണ്ട കുറച്ച് പൈസ ഉണ്ട്. അതിനെ നമുക്ക് ഇക്വിറ്റിയുടെ ഒരു പാർട്ടാന്ന് കൂടി പറയാം. കാരണം നമുക്കിപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ 5 ലക്ഷം വേണമെങ്കിൽ 5 ലക്ഷം ലോണൊന്നും കിട്ടില്ല. അത് നമ്മൾ പ്രൊജക്റ്റ് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവർ ആദ്യം നമുക്ക് ആ ലോണ് സാങ്ഷൻ ആവണമെങ്കിൽ മിനിമം റിക്വയർമെൻറ്റ്സ് ഒക്കെ ചോദിക്കും. അത് ചെയ്ത് വെക്കാൻ നമ്മുടെ കയ്യിൽ ഒരു എമൗണ്ട് വേണം അല്ലേ. അതെങ്കിലും ഒന്ന് തുടങ്ങി വെക്കാൻ വേണ്ടിയിട്ട് ഒരു എമൗണ്ട് വേണം. അതിനെ തന്നെയാണ് സീഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒപ്പം തന്നെ ചോദിക്കാൻ ചാൻസ് ഒരു ക്വസ്റ്റ്യൻ ആണ് ബ്രിഡ്ജ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ബ്രിഡ്ജ് ഫിനാൻസ്. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രിഡ്ജ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിഡ്ജ് എന്താ, ഒരു പാലല്ലേ. അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാവുക, രണ്ടറ്റവും കൂട്ടിമുട്ടിക്കിനിടയിൽ ഒരു ഗ്യാപ്പ് വരിക. അപ്പോൾ നമ്മളൊരു ലോണിനൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് സാങ്ഷനായിട്ട്
ആ ലോണ് സാങ്ഷൻ ആവാനും നമ്മുടെ കയ്യിൽ കിട്ടാനും കുറച്ച് സമയമെടുക്കും. അപ്പോൾ സാങ്ഷൻ ആയതിപ്പോൾ ഒരു ജനുവരിയിലാണെങ്കിൽ കയ്യിൽ ചിലപ്പോൾ കിട്ടുക അതൊരു 2-3 മാസം കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ ആ 2-3 മാസം നമ്മുടെ ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടി നമുക്ക് പൈസ ആവശ്യമാണ്. അപ്പോൾ ദിസ് ടൈപ്പ് ഓഫ് ഫിനാൻസിങ് ഈസ് മോസ്റ്റ് നോർമലി യൂസ്ഡ് ടു ഫുൾഫിൽ എ കമ്പനി ഷോർട്ട് ടേം വർക്കിംഗ് ക്യാപിറ്റൽ നീഡ്സ്. അപ്പോൾ ഡേ ടു ഡേ അഫയേഴ്സ് മീറ്റ് ചെയ്യാനുള്ള പൈസ നമ്മുടെ കയ്യിൽ ഇല്ല. സാങ്ഷൻ ആയി കഴിഞ്ഞിട്ടും കയ്യിൽ കിട്ടാനൊരു താമസം വരുമ്പോൾ ആ സമയത്ത് നമുക്കത് റൺ ചെയ്ത് കൊണ്ടുപോകാനുള്ള ആ ഒരു വർക്കിംഗ് ക്യാപിറ്റൽ കോസ്റ്റ് മീറ്റ് ചെയ്യാനാണ് ബ്രിഡ്ജ് ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങളൊന്ന് പ്രത്യേകിച്ച് നോട്ട് ചെയ്യുക. അതേപോലെ തന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നതാണ് ഫീസിബിലിറ്റി എന്നൊരു വേർഡ്. വളരെ എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഫീസിബിലിറ്റി. എന്താണ് ഈ ഫീസിബിലിറ്റി കൊണ്ട്? ഇത് സാധ്യതാ പഠനമാണ്. ഒരു നമ്മൾ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരുപാട് തരത്തിൽ ഇതിനെക്കുറിച്ച് പഠിക്കാനുണ്ട്. അപ്പോൾ ആ പഠിക്കാനുള്ളതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു ഫീസിബിലിറ്റി സ്റ്റഡിയൊക്കെ കണ്ടക്ട് ചെയ്യും, ഫീസിബിലിറ്റി റിപ്പോർട്ടൊക്കെ പ്രിപ്പയർ ചെയ്യും അല്ലേ. എന്തൊക്കെ കാര്യങ്ങളെക്കുറിച്ചാണോ നമുക്ക് പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ അതിനെക്കുറിച്ചൊക്കെ ആ പ്രോജക്റ്റ് റിപ്പോർട്ടിൽ നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങളുണ്ട് അല്ലേ. അപ്പോൾ ആ ഫീസിബിലിറ്റി സ്റ്റഡി എന്തൊക്കെ തരത്തിലുള്ള ഇപ്പോൾ സോഷ്യൽ, എക്കണോമിക്കൽ, ഫിനാൻഷ്യൽ എന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ സ്റ്റഡി ചെയ്യും. അതിൻ്റെ എല്ലാ കാര്യങ്ങളും അത് എല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രമാണ് ആ പ്രൊജക്റ്റുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നുള്ളൂ. അപ്പോൾ ഇതിനെ തന്നെയാണ് അതിൻ്റെ ഫീസിബിലിറ്റി സ്റ്റഡി കൊണ്ട് ഉദ്ദേശിച്ചത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്ക് തന്നെയാണ് സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. ഈ ഫീസിബിലിറ്റി സ്റ്റഡിയുടെ ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ അത് നമ്മുടെ MSME രജിസ്റ്റർ ചെയ്യുമ്പോഴും, അതായത് സെറ്റിംഗ് അപ്പ് ഓഫ് MSME, ഒരു MSME സെറ്റപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? ഒരു ഐഡിയ ജനറേറ്റ് ചെയ്യണം, അത് സ്ക്രീൻ ചെയ്യണം, അതിന് ശേഷം ഒരു അനാലിസിസ് കണ്ടക്ട് ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ ഫീസിബിലിറ്റി സ്റ്റഡി. അപ്പോൾ ഫീസിബിലിറ്റി സ്റ്റഡിയിൽ അല്ലെങ്കിൽ എക്കണോമിക് ഫീസിബിലിറ്റി, പലതരത്തിലുള്ള ഫീസിബിലിറ്റീസ് ഉണ്ട്. അതായത് ഇൻഡെപ്ത് സ്റ്റഡി ഓഫ് ഡിഫറെൻറ്റ് ആസ്പെക്ട്സ്, ഒരു പ്രൊജക്റ്റിൻ്റെ പല വശങ്ങളെക്കുറിച്ച് ഡീപ്പായിട്ട് ആ ഒരു ഐഡിയ വയബിൾ ആണോ എന്നൊക്കെ നമ്മൾ നോക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി നമ്മൾ ഒരുപാട് സ്റ്റഡീസ് കണ്ടക്ട് ചെയ്യണം. ടെക്നിക്കൽ ഫീസിബിലിറ്റി ഉണ്ടോ, എക്കണോമിക് ഫീസിബിലിറ്റി, ലീഗൽ, ഓപ്പറേഷണൽ, ഷെഡ്യൂളിംഗ് ആൻഡ് സോഷ്യൽ ഫീസിബിലിറ്റി, ഇത്രയും കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളൊരു ഫീസിബിൾ സ്റ്റഡി കണ്ടക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചോദിച്ചാണ് എക്കണോമിക് ഫീസിബിലിറ്റി. എക്കണോമിക് ഫീസിബിലിറ്റിയിൽ പ്രധാനമായിട്ട് പറയുന്ന അസസ്മെൻ്റാണ്. എത്ര കോസ്റ്റ് വരും, അതിന് എന്ത് ബെനിഫിറ്റ് നമുക്ക് കിട്ടും, എങ്ങനെ ഓർഗനൈസേഷൻ, അതിൻ്റെ വയബിലിറ്റി, അതിൻ്റെ കോസ്റ്റ്, അതിൻ്റെ ബെനിഫിറ്റ്, അതുമായി ബന്ധപ്പെട്ട പ്രൊജക്റ്റിൻ്റെ ഫിനാൻഷ്യൽ റിസോഴ്സ് എങ്ങനെ അലോക്കേറ്റ് ചെയ്യണം, അതേപോലെ തന്നെ പോസിറ്റീവ് എക്കണോമിക് ബെനിഫിറ്റ് ഓർഗനൈസേഷൻ എന്തൊക്കെയാണ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു സ്റ്റഡി കണ്ടക്ട് ചെയ്യുന്നത്. പിന്നെ പറയുന്നതാണ് സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ്. സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസും ഇതേപോലെ തന്നെയാണ്. നമ്മൾ അനലൈസ് ചെയ്യുകയാണ് എങ്ങനെയാണ് ഈ ഒരു പ്രൊജക്റ്റ് സോഷ്യലി ആക്സെപ്റ്റബിൾ ആണോ, അതിനെന്തോരം കോസ്റ്റ് വരുന്നുണ്ട്, എത്രത്തോളം അതിന്ന് നമ്മളിത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നമുക്കിതിന്ന് കിട്ടുന്ന ബെനിഫിറ്റുകൾ എന്താണ് എന്നതിനെക്കുറിച്ചൊക്കെയാണ് സോഷ്യോ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസിലും. SCBA എന്നൊക്കെ ചോദിക്കുക കേട്ടോ, അതിൻ്റെയൊക്കെ എക്സ്പാൻഷൻ പഠിച്ചു വയ്ക്കുക. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്ക് തന്നെയാണ് SCBA എന്ന് പറഞ്ഞിട്ട് വരുന്നത്. സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ്. ഇതിൽ മെയിനായിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിലീഫാണത്. ഒരു പ്രൊജക്റ്റിന് റിസോഴ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊപ്പോസിഷൻ വർ നോട്ട് merely the entrepreneur but the nation as a whole gets involved. നമ്മളൊരു ബിസിനസ് ആശയവുമായി മുന്നോട്ട് പോകാമെന്ന് മാത്രമല്ല, അത് രാജ്യത്തിൻ്റെ പുരോഗതിക്ക് ആവശ്യമായ കാര്യം കൂടിയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ബെനിഫിറ്റ് അസോസിയേറ്റ് ചെയ്യുന്ന പ്രൊജക്റ്റ് എപ്പോഴും അനലൈസ് ചെയ്യണം, ആ പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ. അതിനെയാണ് സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. ഇവിടെ ആ പ്രൊജക്റ്റിനെ ഇവാലുവേറ്റ് ചെയ്യണം. ആ ഒരു പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ മൊത്തം ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തികാവസ്ഥയിൽ എന്ത് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും, അതിൻ്റെ അനാലിസിസ് നടത്തുന്ന സമയത്ത് ഒരു സൊസൈറ്റി ആസ് എ ഹോൾ ആർ കൺസിഡേർഡ്. അവിടെ നടത്തുന്ന വ്യക്തിക്ക് എന്ത് ലാഭം എന്നുള്ളതല്ല, അങ്ങനെ ഒരു പ്രൊജക്റ്റ് നമ്മുടെ ഇന്ത്യയിൽ, ഇപ്പം നമ്മൾ താമസിക്കുന്ന ഇവിടെ ആയതുകൊണ്ട് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മൊത്തത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക പുരോഗതിക്ക് എന്ത് ബെനിഫിറ്റാണ് അതിലൂടെ കിട്ടുക എന്നുള്ളൊരു കാര്യമാണ്. അല്ലെങ്കിൽ ഒരു സൊസൈറ്റിക്ക് എങ്ങനെ ഒരു ബെനിഫിറ്റ് വരും എന്നൊക്കെയാണ് അതിൽ പ്രധാനമായിട്ട് പറയുന്നത്. പിന്നെ പറയുന്നത് ലൊക്കേഷൻ ഡെസിഷൻ
ഫോർ ഫാക്ടേഴ്സ് ഓഫ് ലൊക്കേഷൻ ഡെസിഷനാണ്. ഒരു ലൊക്കേഷൻ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ബിസിനസ്സിന് വേണ്ടിയിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നോക്കണം എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് ലൊക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഏറ്റവും നിയറസ്റ്റ് ആയിരിക്കണം, നമുക്ക് മെറ്റീരിയൽസ് കിട്ടുന്നതിന് മീനിങ് ഓഫ് ലൊക്കേഷൻ ഡെസിഷൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ലൊക്കേഷൻ അല്ലെങ്കിൽ ഏരിയ അല്ലെങ്കിൽ പ്ലേസ്, എവിടെയാണോ ബിസിനസ് അതിൻ്റെ ഫങ്ഷനിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോണത് അതിലെല്ലാ സൗകര്യങ്ങളുള്ള ഒരു സ്ഥലമായിരിക്കണം നമ്മുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ അതിന് 4 സ്റ്റെപ്പുകൾ വരുന്നുണ്ട്. കറക്റ്റ് റീജിയൻ സെലക്ട് ചെയ്യുക, ലൊക്കാലിറ്റി സെലക്ട് ചെയ്യുക, എക്സാക്റ്റ് സൈറ്റ്, സെലക്ഷൻ ഓഫ് സൈറ്റ്, പിന്നെ അതിന് ഫാക്ടേഴ്സ് ഒരുപാട് പറയും. റോ മെറ്റീരിയൽസ് ഒക്കെ എളുപ്പം കിട്ടുന്ന സ്ഥലമായിരിക്കണം, മാർക്കറ്റിന് അടുത്തായിരിക്കണം, എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും ഉണ്ടായിരിക്കണം, ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി ഉണ്ടാവണം, എഫ്ലുവൻ്റ് ആയിട്ടുള്ള ഡിസ്പോസൽ ഉണ്ടായിരിക്കും, നല്ല ലേബേഴ്സിന് അവൈലബിൾ ആയിരിക്കണം, ഗവൺമെൻറ് പോളിസിക്ക് അനുകൂലമായിരിക്കണം, നമ്മുടെ ബിസിനസ് അനുയോജ്യമായ കാലാവസ്ഥയുള്ള സ്ഥലമായിരിക്കണം, എൻവയോൺമെൻറ്റിൽ കൺസിഡർ ചെയ്യണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് സെക്ഷനിൽ വരുന്ന 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് രണ്ടാമത്തെ സെക്ഷനിലേക്ക് പോകുമ്പം 16ാമത്തെ ക്വസ്റ്റ്യൻ, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഓൺട്രപ്രണർ വേഴ്സസ് ഇൻട്രാപ്രന്യൂർ. അത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് വരുന്നതാണ്. ആ ഡിഫറൻസ് നിർബന്ധമായിട്ട് പഠിക്കുക കേട്ടോ. കാരണം ഓൺട്രപ്രണറും ഇൻട്രാപ്രന്യൂറും ആരാണ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വരാൻ ചാൻസ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞു, ആരെയാണ് ഓൺട്രപ്രണർ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി വേണമെങ്കിൽ ഇൻട്രാപ്രന്യൂർ ആരാന്ന് മാത്രമായിട്ടൊരു ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻട്രാപ്രന്യൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? പുതിയ ആശയങ്ങൾ കൊണ്ടുവന്ന് ജോലിയാക്കി മാറ്റുന്ന ആൾ തന്നെയാണ് ഇൻട്രാപ്രന്യൂർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓൺട്രപ്രണർ എപ്പോഴും ഇൻഡിപെൻഡൻ്റ് ആണ്, ഇൻട്രാപ്രന്യൂർ സെമി ഇൻഡിപെൻഡൻ്റ് ആണ്. പ്രോഫിറ്റിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ആളാണ് ഓൺട്രപ്രണർ. മറ്റേ ആൾ സാലറിക്ക് വേണ്ടിയിട്ടായിരിക്കും. എല്ലാ റിസ്ക്കും ഓൺട്രപ്രണർക്ക് ഉണ്ട്, മറ്റേ ആൾക്ക് അത്രത്തോളം റിസ്ക് ഉണ്ടായിരിക്കുള്ളൂ. റിയൽ ഓണറാണ് ഓൺട്രപ്രണർ. അവിടെ റിയൽ ഓണർ അല്ല, ജസ്റ്റ് വർക്ക് ചെയ്യണം ബിസിനസ്സിന് വേണ്ടിയിട്ട്. ഒരു ഓർഗനൈസേഷൻ്റെ ഔട്ട്സൈഡിൽ നിന്നുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ആളാണ് ഓൺട്രപ്രണർ. പക്ഷേ വിത്തിൻ ദ ഓർഗനൈസേഷൻ ഒരു ഇൻട്രാപ്രന്യൂർ വർക്ക് ചെയ്യുന്നത്. ഓൺട്രപ്രണർ എപ്പോഴും അവരുടെ ഐഡിയാസിനെ കൺവേർട്ട് ചെയ്യും. പക്ഷേ ഇൻട്രാപ്രന്യൂർ ചെയ്യുന്നത് പുതിയ ഐഡിയാസ്, ഒരു പുതിയ പ്രൊഡക്റ്റ് ആക്കിയോ പ്രോസസ്സോ സർവീസോ അതിലൊക്കെയാണ് പുതിയ ഐഡിയാസ് കൊണ്ടുവരുന്നത്. പിന്നെ വേണ്ട ക്യാപിറ്റലൊക്കെ റേസ് ചെയ്യുന്ന ആൾ ഓൺട്രപ്രണറാണ്. ഇൻട്രാപ്രന്യൂർ ഒരിക്കലും ഒരു ക്യാപിറ്റൽ ഒന്നും ഇതിന് വേണ്ടിയിട്ട് റേസ് ചെയ്യുന്നില്ല എന്നുള്ള കുറേ കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. പിന്നെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ, റൈറ്റ് ഡൗൺ ദി ഇമ്പോർട്ടൻസ് ഓഫ് ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ്. അതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ്. ഓൺട്രപ്രണർഷിപ്പ് എന്താണ്, സംരംഭകത്വം എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം എന്തെന്നുള്ളതാണ്. പിന്നെ DICയുടെ അടുത്ത ക്വസ്റ്റ്യനിൽ മെൻഷൻ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെൻറ്റേഴ്സ്. നിങ്ങൾക്ക് ഒരു വരുന്ന ചാപ്റ്റേഴ്സിൽ രണ്ടാമത്തെ ചാപ്റ്ററിൽ കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച് പഠിക്കാനുണ്ട് കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അതിൽ ആദ്യം വരുന്നതാണ് ഈ DIC എന്ന് പറയുന്ന. ഇതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഡയറക്ടറേറ്റ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ്. അപ്പോൾ നിങ്ങളോട് ഇവിടെ ചോദിച്ചിരിക്കുന്ന ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെൻറ്റേഴ്സിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ് അല്ലെങ്കിൽ അതിൻ്റെ ഫങ്ഷൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. DIC എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഓരോ ഡിസ്ട്രിക്ട് വൈസ് വരുന്നതാണ്. അപ്പോൾ അതാത് ജില്ലകൾക്ക് വേണ്ട എല്ലാ ഹെൽപ്പുകളും പുതിയ ഓൺട്രപ്രണേഴ്സിന് വേണ്ടൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുക, ടെക്നിക്കൽ അഡ്വൈസ് കൊടുക്കുക, ഒരു പ്രൊജക്റ്റ് സെലക്ട് ചെയ്യാൻ വരെ ഹെൽപ്പ് ചെയ്യുക, അതിൻ്റെ ലോൺ അപ്ലിക്കേഷനൊക്കെ സ്പോൺസർ ചെയ്യുക. അതേപോലെ തന്നെ പിന്നെ പറയുന്നത് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നൊക്കെ വേഗം എത്തിച്ചു കൊടുക്കുക, വേണ്ട റെക്കമെൻഡേഷൻസ് കൊടുക്കുക, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുക, ട്രെയിനിങ് കൊടുക്കുക, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെയാണ് DICയുടെ വരുന്നത്. പിന്നെ അതേപോലെ തന്നെ നെക്സ്റ്റ് നമ്മളോട് ചോദിച്ചൊരു ഐറ്റാണ് NSIC. തൊട്ടടുത്തടുത്ത പേജിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. NSIC എന്ന് പറഞ്ഞാൽ എക്സ്പാൻഷൻ നാഷണൽ സ്മോൾ ഇൻഡസ്ട്രീസ് കോർപ്പറേഷനാണ്. 1955 ഇത് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. പ്രധാനമായിട്ടും മെഷീനറി പ്രൊവൈഡ് ചെയ്യുക സ്മോൾ സ്കെയിൽ യൂണിറ്റ്സിന് ഹയർ പർച്ചേസ് ബേസിസിൽ. പിന്നെ അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള യൂണിറ്റിനെ അസിസ്റ്റ് ചെയ്യുക ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും മറ്റുള്ള ഓഫീസിൽ നിന്നൊക്കെ ഓർഡറുകൾ ഒബ്റ്റെയിൻ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഹെഡ് ഓഫീസ് ഡൽഹിയിലാണ്. 4 റീജിയണൽ ഓഫീസുകൾ വരുന്നുണ്ട്. പിന്നെ മൊത്തത്തിലൊരു 11 ബ്രാഞ്ചാണ് വരുന്നത് NSICയുടെ.
പ്രധാനമായിട്ടും സ്മോൾ സ്കെയിൽ യൂണിറ്റിന് ആൻസിലറി യൂണിറ്റിനെ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുക, പിന്നെ മെഷീനറി പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക, എല്ലാ ഗവൺമെൻറ് ഓഫീസിൽ നിന്നുള്ള ഓർഡേഴ്സ് എല്ലാം ഒബ്റ്റെയിൻ ചെയ്ത് കൊടുക്കുക, പിന്നെ സ്കെയേഴ്സ് ആയിട്ടുള്ളതും ഇമ്പോർട്ട് ചെയ്യുന്ന റോ മെറ്റീരിയൽസ് എത്തിച്ചു കൊടുക്കുക, മാർക്കറ്റ് ചെയ്യുക പ്രൊഡക്റ്റിനെയൊക്കെ, ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് കൺസ്ട്രക്ട് ചെയ്യുക, അതേപോലെ ട്രെയിനിങ് കൊടുക്കുക, പിന്നെ ഇമ്പോർട്ട് ആൻഡ് സപ്ലൈ സ്കെയേഴ്സ് റോ മെറ്റീരിയൽസ് ഇതിനൊക്കെ ഇമ്പോർട്ട് ചെയ്യുക. അതൊക്കെ തന്നെയാണ് NSICയുടെ പ്രധാന ഫങ്ഷൻസ് എന്ന് പറയുന്നത്. പിന്നെ നീഡ് ഫോർ ഇൻസെൻറ്റീവ്സ് ആൻഡ് സബ്സിഡി, അത് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സബ്സിഡിയും ആ കാര്യങ്ങളൊക്കെ, അതിൻ്റെ ആവശ്യകത എന്താണെന്നുള്ളതൊക്കെ. അപ്പോൾ അതിൽ അതായത് ഇങ്ങനെ ഒരു കാര്യം ആവശ്യമുണ്ടോ, സബ്സിഡീസും ഇൻസെൻറ്റീവ്സൊക്കെ ആവശ്യമുണ്ടോ? ഉണ്ടല്ലോ, തീർച്ചയായിട്ടും. പിന്നെ അതേപോലെ നിങ്ങൾ നിർബന്ധമായി പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് എന്താണ് ഇൻസെൻറ്റീവ് എന്നുള്ളത് കേട്ടോ. ഇൻസെൻറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം, ഒരു മോട്ടിവേഷൻ കൊടുക്കുക, ഒരു സ്റ്റിമുലൈ കൊടുക്കുക, ഒരു ആക്ഷൻ ഉണ്ടെങ്കിൽ അതിനൊരു ഒന്നും കൂടി ഉത്തേജിപ്പിക്കുക എന്നുള്ളൊരു മീനിങ് ആണ് അവിടെ പറയുന്നത്. നമുക്ക് കുറച്ച് പൈസ കിട്ടിച്ചാൽ നന്നായിട്ട് വർക്ക് ചെയ്യാൻ നമ്മൾ റെഡി ആവും അല്ലേ. അപ്പോൾ ആ പൈസ കിട്ടുന്നതുകൊണ്ടാണ്, അതാണ് നമ്മളെ ഉത്തേജിപ്പിക്കുന്നത് അല്ലേ. ഇൻസെൻറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോട്ടിവേഷണൽ ഫാക്ടറാണ്. ഇൻഡ്യൂസ് ചെയ്യണം ഒരു പേഴ്സണെ കൂടുതൽ വർക്ക് ഹാർഡ് ചെയ്യണം എന്നുള്ളതും നല്ല എഫിഷ്യൻ്റായി ചെയ്യണം എന്നുള്ളതൊക്കെ. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ ആൻഡ് പ്രൊമോഷണൽ അസിസ്റ്റൻസ് തന്നെയാണ് ഗവൺമെൻറ് കൊടുക്കുന്നത്. കൂടുതൽ ഇൻഡസ്ട്രീസൊക്കെ മുന്നോട്ട് വരാൻ വേണ്ടി, പ്രത്യേകിച്ച് ബാക്ക്വേർഡ് ഏരിയയിലൊക്കെ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ വരികയാണെങ്കിൽ അവരെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇൻസെൻറ്റീവ് ഒക്കെ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇൻസെൻറ്റീവ് കൊടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. നമ്മുടെ എക്കണോമിക് പവറൊക്കെ ഡീസെൻട്രലൈസ്ഡ് ആയി പോവും, എല്ലാ ഭാഗങ്ങളും ഒരുപോലെ ഡെവലപ്പ് ആവും, ടെക്നോളജിയൊക്കെ ട്രാൻസ്ഫോം ചെയ്യും, അതുപോലെ ഡിഫിക്കൽട്ടീസിനെല്ലാം ഓവർകം ചെയ്യാൻ പറ്റും, ഇൻഡസ്ട്രിയലൈസേഷൻ കൂടുതൽ ജനറേറ്റ് ചെയ്യാൻ പറ്റുക, ഓൺടർപ്രണർഷിപ്പിനെ എൻകറേജ് ചെയ്യാൻ പറ്റുക, കോമ്പറ്റീഷനെ ഓവർകം ചെയ്യുക, അതൊക്കെയാണ്. പക്ഷെ നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ ഇൻസെൻറ്റീവ്സിൻ്റെ ഒക്കെ ആവശ്യകത എന്താണെന്നാണ്. തീർച്ചയായിട്ടും ആവശ്യകത ഉണ്ടല്ലോ. റീജിയണൽ ഡിസ്പാരിറ്റി ഇല്ലാതെ ആവുകയാണ്. കുറച്ച് ഭാഗം വികസിക്കും, കുറച്ച് ഭാഗം ഒരു വികസനം ഇല്ലാതെ വരികയാണ്. അപ്പോൾ റൂറൽ ഏരിയയിലൊക്കെ പോയി നമ്മൾ തുടങ്ങുമ്പോൾ അവിടെയും കൂടി വികസനം വരുന്നു. അപ്പോൾ ആ ഒരു ഡിസ്പാരിറ്റി ഇല്ലാതെ ആവുകയാണ്. പിന്നെ അതേപോലെ തന്നെ ഓൺടർപ്രണർഷിപ്പിനെ പ്രൊമോട്ട് ചെയ്യുക, കോമ്പറ്റേറ്റീവ് സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക, കൂടുതൽ എംപ്ലോയ്മെൻറ്റും അൺഎംപ്ലോയ്മെൻറ്റ് റിമൂവ് ചെയ്യാനും ഒക്കെ സാധിക്കും ഇത്തരത്തിലുള്ള ഇൻസെൻറ്റീവ് കൊണ്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ലിസ്റ്റ് ഔട്ട് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്. ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്നുള്ളതൊക്കെ എല്ലാം ഒരു സ്ഥലത്ത് തന്നെ നമുക്ക് അവൈലബിൾ ആവുക എന്നുള്ളതാണ്. പിന്നെ സിംഗിൾ വിൻഡോ സിസ്റ്റത്തിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഏകജാലക സംവിധാനം, നമ്മൾ ഓരോ കാര്യങ്ങൾക്കായി പല പല ഭാഗങ്ങളിൽ പോകുന്നതിന് പകരം നമുക്കെല്ലാം ഒരൊറ്റ വിൻഡോയിലൂടെ തന്നെ കൊടുത്ത് റെഡിയാക്കി എടുക്കാൻ പറ്റുക എന്നുള്ളതാണ് സിംഗിൾ വിൻഡോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ MSMEയുടെ ഇമ്പോർട്ടൻസ് എന്താണ്, MSME അതിൻ്റെ പ്രാധാന്യം, അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. റോൾ ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് MSME. എന്ന് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്, MSMEയുടെ ഡെഫിനേഷൻ പഠിച്ചോളുക, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചോളുക, ഒബ്ജക്റ്റീവ്സ് പഠിച്ചോളുക, അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജസ്, ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചത്. എന്താണ്, നല്ല രീതിയിൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ പറ്റും, എക്കണോമിക്കലി യൂസ്ഫുൾ ആക്കാൻ പറ്റുക, ക്യാപിറ്റലിനെ എല്ലാ ഭാഗങ്ങളും ഒരേപോലെ വികസനം കൊണ്ടുവരിക, നമ്മുടെ ഇൻകം ആൻഡ് വെൽത്തിനെ എക്വിറ്റബിളായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുക, അതുവഴി നല്ല സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഉണ്ടാവുക, നല്ല ലോക്കൽ റിസോഴ്സിനെ മൊബിലൈസ് ചെയ്യാൻ പറ്റുക, സിമ്പിൾ ടെക്നോളജി യൂസ് ചെയ്യുക, ഫോറിൻ ക്യാപിറ്റലിനെ നമ്മൾ അധികം ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, ജസ്റ്റേഷൻ പീരീഡ് വളരെ ഷോർട്ടറാണ്, സെൽഫ് എംപ്ലോയ്മെൻറ്റിനെ പ്രൊമോട്ട് ചെയ്യുക, എക്സ്പോർട്ട് കൂട്ടുക, എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, ലാർജ് സ്കെയിൽ എൻ്റർപ്രൈസിന് വേണ്ട ഫെസിലിറ്റീസ് കൊടുക്കുക, ഇതെല്ലാം ഇതിൻ്റെ ഇമ്പോർട്ടൻസിനെ തന്നെയാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് എസ്സേയിലേക്ക് പോകുമ്പം എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓൺട്രപ്രണർ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ചാപ്റ്ററിൽ എസ്സേക്ക് വളരെയധികം സാധ്യതയുള്ള ആ 4 ക്ലാസിഫിക്കേഷനും അതിൻ്റെ സബ്ബായിട്ടുള്ള പോയിന്റുകളുണ്ട്. അതവിടെ ഞാനിവിടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ആ കാര്യം പഠിച്ചോളുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ തന്നെ വരുന്നത്, വുമൺ ഓൺട്രപ്രണേഴ്സ്, സ്ത്രീ സംരംഭകർ. എപ്പോഴും ഇതൊന്നൊരു ക്വസ്റ്റ്യൻ വരാറുണ്ട് കേട്ടോ. അപ്പോൾ വുമൺ ഓൺട്രപ്രണർ എന്ന് പറഞ്ഞാൽ ആരാ, സ്ത്രീകൾ തന്നെ തുടങ്ങുന്ന സംരംഭമാണ്. അതിൽ മെജോറിറ്റിയും സ്ത്രീകൾ തന്നെ ആയിരിക്കും അതിന് ബിസിനസ് തുടങ്ങുന്നതും റൺ ചെയ്യുന്നതൊക്കെ. 51% എങ്കിലും സ്ത്രീകളാവുക എന്നുള്ളതാണ് ഗവൺമെൻറ് പറയുന്നത്. നമ്മളെപ്പോഴും ഒരു മെജോറിറ്റി എന്താണോ അതിനെ ബേസ് ചെയ്താൽ പറയുക. അപ്പോൾ ഒരു സ്ത്രീ സംരംഭകത്വം എന്ന് പറയുമ്പം എല്ലാം സ്ത്രീകൾ തന്നെ ആയിരിക്കാം എന്നുള്ളതും, അല്ലെങ്കിൽ 51% അത് സ്ത്രീകളാണ് റൺ ചെയ്യുന്നെങ്കിലും അതിനൊക്കെ വുമൺ ഓൺട്രപ്രണേഴ്സ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ ബിസിനസ്സിലേക്ക് വരുമ്പോൾ അവർക്ക് ഒരുപാട് പോരായ്മകൾ അല്ലെങ്കിൽ ചലഞ്ചസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. പ്രധാനമായിട്ട് ഒരു സ്ത്രീ ചെയ്യുമ്പോൾ എന്താ, നമുക്ക് പൈസ ഇല്ല അല്ലേ. ഒരു സ്ത്രീയെ സംബന്ധിച്ചോളം സ്വന്തമായിട്ടുള്ള ഒരു വരുമാനം ഇല്ലാത്തടത്തോളം അവർ ഹസ്ബൻഡിനെയോ അല്ലെങ്കിൽ അച്ഛനെയൊക്കെ
ഡിപ്പെൻഡ് ചെയ്യണമെന്ന അവസ്ഥ. അപ്പോൾ ഷോർട്ടേജ് ഓഫ് ഫിനാൻസ് ഉണ്ടാവും, മെറ്റീരിയൽസ് ഒന്നും അവർക്ക് അവൈലബിൾ ആവില്ല, മാർക്കറ്റിംഗ് ഫെസിലിറ്റിനെ കുറിച്ചൊന്നും വ്യക്തമായ ധാരണ ഉണ്ടാവില്ല, ഒരുപാട് കോമ്പറ്റീഷൻ ഫേസ് ചെയ്യണം, ഹൈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ടാവാം, ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് അവർക്കുണ്ട്, പിന്നെ എപ്പോഴും അവർക്ക് ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ പോയിട്ട് ഓരോ കാര്യങ്ങൾ ട്രാവൽ ചെയ്ത് നേടിയെടുക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ചിലപ്പോൾ വേണ്ടത്ര വിദ്യാഭ്യാസമില്ലായ്മ ഒരു പ്രശ്നമാണ്, റിസ്ക് ബെയർ ചെയ്യാൻ പറ്റിക്കോളണമെന്നില്ല, പിന്നെ സമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് ഒരു സ്ത്രീ ഇത്തരത്തിൽ ഇറങ്ങി വർക്ക് ചെയ്യുമ്പം പലതരത്തിലും വ്യാഖ്യാനിക്കപ്പെടാറുണ്ട് അല്ലേ. പിന്നെ അവർക്ക് എന്താണ് ബിസിനസ്സിലെ സക്സസ് എന്ന് പറയുന്നത് എന്താണ്, അത് അച്ചീവ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അല്ലേ. ചിലപ്പോൾ അങ്ങനെ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു അച്ചീവ്മെൻറ്റ് സ്ത്രീകൾക്ക് ഉണ്ടായിക്കൊള്ളുന്നില്ല, അത് വേറൊരു കാര്യം. വേണ്ടത്ര ട്രെയിനിങ് കിട്ടിക്കൊള്ളുന്നില്ല, ഇൻഫർമേഷൻസ് ഒന്നും കിട്ടിക്കൊള്ളുന്നില്ല. ഇതൊക്കെയാണ് ഇവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ്. അപ്പോൾ ഇവരുടെ റെമഡീസ് പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ ഓവർകം ചെയ്യണമെങ്കിൽ നേരെ ഇതിന് വേണ്ട എല്ലാ കാര്യങ്ങളും അവർക്ക് കൊടുത്താൽ മതി. അത് തന്നെയാണ് എൻ്റെ റെമഡീസും. നെക്സ്റ്റ് അതേ ചാപ്റ്റർ തന്നെ. അപ്പോൾ നോക്കൂ, ഈ ആദ്യത്തെ 3 ക്വസ്റ്റ്യനും essay ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്നാണ് കേട്ടോ. ഒന്നാമത്തേൽ ഓൺട്രപ്രണേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ ചോദിച്ചു, വുമൺ ഓൺട്രപ്രണർഷിപ്പ് അതിൻ്റെ ഭാഗമാണ്. ആ ചാപ്റ്റർ കഴിയുന്ന സമയത്ത് തന്നെ ആ ചാപ്റ്ററിൻ്റെ ഏറ്റവും അവസാനം വരുന്നൊരു ടോപ്പിക്കാണ് EDP കുറിച്ച്. അതിൻ്റെ മീനിങ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മളോട് ചോദിച്ചത് അതിൻ്റെ ഫേസസ് ആണ് കേട്ടോ, അതിൻ്റെ സ്റ്റേജസ്. അപ്പോൾ ഇവിടെ എഴുതുമ്പോൾ EDP എന്താണെന്നുള്ളതും ആ EDPയുടെ ഒബ്ജക്റ്റീവ്സും ഷോർട്ട് ടേമും ലോങ് ടേം ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സൊക്കെ ഒന്ന് എഴുതുക. നമുക്കറിയാലോ, ഒരു പ്രൊജക്റ്റ് സെലക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക, ഫോർമുലേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക, പാർട്ടിസിപ്പൻസിന് വേണ്ട കാര്യങ്ങൾ കൊടുക്കുക, അതിൻ്റെ സോഴ്സ് ഓഫ് എങ്ങനെയാണ് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുക, പിന്നെ അത് ചെയ്യുന്ന വ്യക്തിനെ മെൻ്റലി അതിനെ റെഡിയാക്കി കൊടുക്കുക. അതൊക്കെയാണ് ഷോർട്ട് ടേം ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ്. ലോങ് ടേം ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് അവർക്ക് വേണ്ട ആൾക്കാരെ തിരിച്ചറിഞ്ഞ് അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കുക, അവർക്ക് വേണ്ട നെസസറി നോളജും സ്കിൽസും കൊടുക്കുക, ബേസിക് ആയിട്ടുള്ള മാനേജറൽ അണ്ടർസ്റ്റാൻഡിങ് പ്രൊവൈഡ് ചെയ്യാം, പ്രോസ് ആൻഡ് കോൺസ് എന്താണ് അതിൻ്റെ ഓരോ എന്താ പറയുക അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും അതൊക്കെ എന്താണെന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുക, പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കുക, റൂറൽ ആൻഡ് ബാക്ക്വേർഡ് റീജിയൻസിലൊക്കെ ഇൻഡസ്ട്രിയലൈസ് ചെയ്യുക, പിന്നെ നല്ലൊരു സെൽഫ് എംപ്ലോയ്മെൻറ്റ് എഡ്യൂക്കേറ്റഡ് യൂത്ത്സിനൊക്കെ ഗെയിൻഫുള്ളായിട്ട് മാറ്റി കൊടുക്കുക. ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുക. അപ്പോൾ ഇവിടെ ചോദിച്ച ക്വസ്റ്റ്യൻ essay ആയതുകൊണ്ട് അതിൻ്റെ ഫേസ് എന്ന് പറഞ്ഞാൽ ആകെ നമുക്ക് 3 ഫേസേ ഉള്ളൂ. അപ്പോൾ 3 ഘട്ടങ്ങളായിട്ടാണ്. ഇനീഷ്യൽ അല്ലെങ്കിൽ പ്രീ ട്രെയിനിങ് ഫേസ് എന്ന് പറയും, രണ്ടാമത്തെ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഫേസ്, മൂന്നാമത്തത് പോസ്റ്റ് ട്രെയിനിങ് ഓർ ഫോളോ അപ്പ് ഫേസ് എന്നാണ് പറയുന്നത്. ഇനീഷ്യൽ ഓർ പ്രീ ട്രെയിനിങ് ഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ മെയിനായിട്ട് ആ പ്രോഗ്രാം ലോഞ്ച് ചെയ്യാണ്. അപ്പോൾ ഇവിടെ ജസ്റ്റ് അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ, അതിന് വേണ്ട ട്രെയിനിങ്ങിന് വേണ്ടത് കൊടുക്കുക, ട്രെയിനിങ് സിലബസ് പ്രിപ്പയർ ചെയ്യുക, ആ പ്രോഗ്രാം ഒന്ന് ഇനോഗ്രേഷൻ വേണ്ട കാര്യങ്ങൾ അറേഞ്ച്മെൻറ്റ് ചെയ്യുക, അതിന് വേണ്ട ടൂൾസ് ആൻഡ് ടെക്നിക്സൊക്കെ ട്രെയിനീസിന് വേണ്ട ഡിസൈൻ ചെയ്യുക, പിന്നെ പബ്ലിസിറ്റി ഒക്കെ കൊടുക്കുക, അങ്ങനെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് പറഞ്ഞിട്ട്, പിന്നെ ആപ്ലിക്കേഷൻ ഫോമൊക്കെ ഡെവലപ്പ് ചെയ്യുക. അതൊക്കെയാണ് അങ്ങനെ ഒരു പരിപാടിയുടെ മുന്നൊരുക്കങ്ങൾ. ഇനി ട്രെയിനിങ്ങിലേക്ക് വരുമ്പം അവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മോട്ടിവേഷനും സ്കിൽസൊക്കെ ഡെവലപ്പ് ചെയ്യുക. പാർട്ടിസിപ്പൻസിൻ്റെ ഇടയിൽ നിന്ന് അവർക്കൊരു പ്രാക്ടിക്കൽ എക്സ്പോഷർ കൊടുക്കുക, ലൈക്ക് സർവേ, അതേപോലെ പ്രൊജക്റ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, ഫീസിബിലിറ്റി റിപ്പോർട്ട് എങ്ങനെ ചെയ്യാം, പ്രൊഡക്റ്റ് എങ്ങനെ മാർക്കറ്റ് ചെയ്യാം, സർവീസുകളൊക്കെ. അപ്പോൾ ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ തന്നെ നീഡ് ഫോർ അച്ചീവ്മെൻറ്റ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ മോട്ടിവേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. ഇനി ആ ഒരു ട്രെയിനിങ് പ്രോഗ്രാം സാധാരണ ഒരു 6 ആഴ്ചകളൊക്കെയാണ് നീണ്ടു നിൽക്കാറുള്ളത്. അതിനുശേഷം പോസ്റ്റ് ട്രെയിനിങ് ആണ് അടുത്ത ഘട്ടം എന്ന് പറയുന്നത്. ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം കറക്റ്റായിട്ട് അവർക്ക് ആ സ്കില്ലൊക്കെ കിട്ടിയോ, അവരൊക്കെ അതിലേക്ക് യൂസ് ചെയ്ത് എത്തിയിട്ടുണ്ടോ, അതിൻ്റെ സക്സസ് ഓർ ഫെയിലിയർ ആ ഒരു പ്രോഗ്രാമിൻ്റെ ഒക്കെ നിശ്ചയിച്ചിരിക്കുന്നത് ഇവരെന്ത് ഇവിടെ നിന്ന് നേടി എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ അവരുടെ പാസ്റ്റ് പെർഫോമൻസും അവരുടെ വീക്ക്നെസ്സുകളും അതെല്ലാം ബോട്ടിൽ നെക്സൊക്കെ റിമൂവ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഫേസിലെന്ന് പറയുമ്പം അവരെത്രത്തോളം ഒരു ട്രെയിനിങ് കിട്ടിയപ്പോൾ ഡെവലപ്പായി എന്നുള്ളത് നോക്കുക എന്നുള്ളതൊക്കെ തന്നെയാണ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു 3ാമത്തെ ക്വസ്റ്റ്യൻ EDP അതിൻ്റെ ഒബ്ജക്റ്റീവ് എഴുതിയിട്ട് അതിനെ ഇല്ലസ്ട്രേറ്റ് ചെയ്യാം. ആൻഡ് ലാസ്റ്റിൽ ചോദിച്ചത് ഏറ്റവും അവസാനത്തെ ചാപ്റ്ററിൽ നിന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പ്രൊജക്റ്റ് റിപ്പോർട്ടിൻ്റെ ഫോർമാറ്റ് എന്താണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു പുതിയൊരു ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ പ്രൊജക്റ്റ് റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ വരും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റിലേ പറയുന്നുണ്ട് ഒരു എക്സിക്യൂട്ടീവ് സമ്മറി ഉണ്ടായിരിക്കണം, അതിൽ ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കണം. essay ആയതുകൊണ്ട് 15 പോയിൻ്റാണ് ഇതിൽ വരുന്നത്. എല്ലാം ഹെഡിങ് എഴുതിയിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കുക കേട്ടോ. സമ്മറി പറയുമ്പം എന്താണ് നമ്മുടെ പ്രൊജക്റ്റ്, അതിൻ്റെ ലൊക്കേഷൻ, ഓണർഷിപ്പ്, പ്രൊജക്റ്റ് കോസ്റ്റ്, എന്തൊക്കെ കാര്യങ്ങൾ വേണം, ഫണ്ടിങ് എങ്ങനെയാണെന്നൊക്കെ ചോദിക്കണം.
ഇൻട്രൊഡക്ഷനിൽ പറയുമ്പം അതിനെക്കുറിച്ച് കമ്പനിയെക്കുറിച്ച് ജനറലായിട്ട് കുറേ ഇൻഫർമേഷൻസും നമ്മുടെ പ്രൊഡക്റ്റ് ഓർ സർവീസിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുക, ഡീറ്റെയിൽസ് ആപ്ലിക്കേഷൻ്റെ ഒക്കെ കൊടുക്കുക, പ്രൊജക്റ്റ് ഐഡിയ, എൻ്റെ പ്രൊഡക്റ്റ് മിക്സ്, പ്രൊഡക്റ്റ് സ്റ്റാൻഡേർഡൊക്കെ കൊടുക്കുക, പിന്നെ ആരതിൻ്റെ പ്രൊമോട്ടേഴ്സ്, അവരുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസ് ബാക്ക്ഗ്രൗണ്ടും പ്രോജക്റ്റ് റിലേറ്റഡ് എക്സ്പീരിയൻസും ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ കൊടുക്കുക, എവിടെയാണ് എക്സാക്റ്റ് ലൊക്കേഷൻ എന്ന് കൊടുക്കുക, എന്തുകൊണ്ടാണ് ലൊക്കേഷൻ സെലക്ട് ചെയ്തു, അവിടുത്തെ അഡ്വാൻറ്റേജ് എന്താണെന്ന് കൊടുക്കുക, ഒരു മാർക്കറ്റ് സർവേ നമ്മൾ കണ്ടക്ട് ചെയ്യുക, മേജർ ബയേഴ്സ് ആരാണ്, നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ എങ്ങനെയാണ്, മാർക്കറ്റ് ഏരിയ, സെല്ലിംഗ് പ്രൈസ് എത്രയാണ്, കോമ്പറ്റേറ്റീവ് സിറ്റുവേഷനും ഡിമാൻഡൊക്കെ എങ്ങനെയാണ് നോക്കുക, പ്രൊഡക്ഷൻ പ്രോസസ്സ് കൊടുക്കുക, ആനുവൽ കപ്പാസിറ്റി, മാനുഫാക്ചറിങ് പ്രോസസ്സും ഡീറ്റെയിൽസൊക്കെ, പ്രോജക്റ്റിന് വരുന്ന കോസ്റ്റ്, ഫിക്സഡ് കോസ്റ്റും വർക്കിംഗ് ക്യാപിറ്റലും മാൻ പവറും അതർ കോസ്റ്റ് ഒക്കെ ഒന്ന് കാണിക്കുക, പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബ്രേക്കിംഗ് പോയിൻറ്റും, പിന്നെ അനാലിസിസ് ഓഫ് ക്യാഷ് ആൻഡ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, നെയിം ആൻഡ് അഡ്രസ് ഓഫ് സപ്ലയേഴ്സ്, മെറ്റീരിയലും മെഷീനറിയൊക്കെ തരുന്നവരുടെ, പിന്നെ ഓൺട്രപ്രണറുടെ സിഗ്നേച്ചർ, ഇതൊക്കെ ആവശ്യമാണ് കേട്ടോ. മാൻ പവർ റിക്വയർമെൻറ്റ്, ട്രാൻസ്പോർട്ട് കമ്മ്യൂണിക്കേഷൻ, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, കോസ്റ്റ് ഓഫ് പ്രോജക്റ്റ്, ഫിനാൻഷ്യൽ വയബിലിറ്റി. അപ്പോൾ ഇത്രയും പോയിൻറ്റുകളൊക്കെ വെച്ചിട്ടാണ് നമ്മളൊരു പ്രൊജക്റ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഇത്രയാണ് നമുക്കിതിൽ പ്രധാനമായിട്ടും പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്കിത് പറഞ്ഞിട്ടുണ്ട്, അതിൽ പോയിൻറ്റുകൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ റിപ്പീറ്റേഷൻ വരാനുള്ള കാര്യങ്ങളും എന്തൊക്കെ പോയിന്റ് പഠിക്കണം എന്നൊക്കെ ഒപ്പം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മാക്സിമം എപ്പോഴും ഞാൻ പറയാറുണ്ട്, നമ്മൾ ഇത്രയും ഒരു എഫേർട്ട് എടുക്കുമ്പോൾ നിങ്ങളെ നേരിട്ട് കാണുന്നില്ല, പക്ഷേ ഇത് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഒരുപാട് പേർക്ക് ഭയങ്കര മടിയാണ് തോന്നുന്നു ഈ ഒരു കാര്യമൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനോ ഒക്കെ. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ദയവ് ചെയ്തിട്ട് എല്ലാവരും. അതേപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്